ഈ പിത്തസഞ്ചിയിലെ കല്ലുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. കൊളസ്ട്രോൾ നമ്മുടെ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ആ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന മാതിരി തന്നെ അത് ഡിസോൾവ് ആയി പോവുകയും ചെയ്യണം. അപ്പോൾ ഈ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലാവുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് ഡിസോൾവ് ആയി പോവില്ല, എന്ന് വെച്ചാൽ ലയിച്ചു പോവില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ചിലപ്പം ഈ പിത്തസഞ്ചിയിലെ കല്ലായിട്ട് അത് മാറും. അതുപോലെ തന്നെ ഈ പിത്തത്തിൻ്റെയും കൊളസ്ട്രോളിൻ്റെ ഘടകങ്ങളുടെയും തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് കല്ല് ഫോം ചെയ്യുന്നതിലേക്കാക്കും. അതുപോലെ തന്നെ ഈ പിത്തം എന്ന് പറയുന്നത് സാധാരണ നമ്മളെ ലായനി മാതിരിയുള്ള രീതിയിൽ അതിൻ്റെ ഘടന ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഒഴുക്കും, അതുപോലെ തന്നെ അത് കെട്ടിക്കിടക്കാം. അത് കുറേ നേരം അതിൻ്റെ മൂവ്മെന്റ് കുറയുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അത് കല്ലായിട്ട് മാറും. പിന്നെ ചിലപ്പോൾ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് പിത്തസഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് പിത്താശയത്തിൽ നിന്നുള്ള എന്തെങ്കിലും ദ്രാവകങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് പിന്നെ ബാക്ക് ഫ്ലോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ പിത്തസഞ്ചിയിൽ കല്ല് ഇതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ കൊളസ്ട്രോൾ എന്ത് ചെയ്യുക, കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പോവുക. ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെയാണ് പിത്തസഞ്ചിയിലെ കല്ല് ഫോം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പിത്തസഞ്ചിയിലുള്ള കല്ല് എപ്പോഴാണ് നമ്മൾ പിന്നെ കല്ലിൻ്റെ ഭാഗമായിട്ട് പിത്തസഞ്ചി നമ്മൾ എടുത്തു കളയേണ്ട അവസ്ഥ വരിക എന്നുള്ളത്, അത് ചില സമയങ്ങളിൽ പേഷ്യൻറ്റിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആക്സിഡൻ്റലി ആയിട്ട് വേറെ എന്തെങ്കിലും വയറിൻ്റെ ഒരു സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പിത്തസഞ്ചിയിലെ കല്ല് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് ചികിത്സകൾ, ഓപ്പറേഷൻ മാതിരിയുള്ള ചികിത്സകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസിംറ്റമാറ്റിക് പേഷ്യൻ്റ് എന്ന് പറയുന്നത് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത പേഷ്യൻ്റ്. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കല്ല്, ഇപ്പോൾ ഒരു കല്ല് അത് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഓപ്പറേഷൻ രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്, ഓപ്പറേഷൻ ചെയ്യേണ്ട അവസരങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഇപ്പോൾ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞ മാതിരി ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വയറിൻ്റെ വലത് ഭാഗത്ത് മോൾ ഭാഗത്തായിട്ട് വേദനകൾ അനുഭവപ്പെടുക, വയറ് പെട്ടെന്ന് വീർത്ത് വരുന്ന മാതിരി തോന്നുക, അതുപോലെ തന്നെ ഈ നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ട് പനിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുക, ഇങ്ങനത്തെ സന്ദർഭങ്ങൾ. പിന്നെ അതുപോലെ ഷുഗർ പോലത്തെ ഈ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന അവസ്ഥകളുള്ള പേഷ്യൻസ്. പിന്നെ അതുപോലെ വലിയ കല്ല്, ഇപ്പോൾ ഒരു കല്ലാണെങ്കിൽ തന്നെ അതിപ്പോൾ 1.5 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലൊക്കെ കാണുക, അല്ലെ 2 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തേക്ക് കാണുന്ന അവസരങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് പിത്തസഞ്ചിയിൽ നീർക്കെട്ട് വരിക, അതുപോലെ അണുബാധ വരിക, അതുപോലെ പഴുപ്പ് ഉണ്ടാവുക, ഈവൻ ചിലപ്പം പേരിട്ട് വിളിക്കുന്ന വലിയ രോഗങ്ങളിലേക്ക് വരെ അത് നയിക്കും. അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ ആ പിത്തസഞ്ചി എടുത്ത് ഒഴിവാക്കിയിട്ട് അതിനുള്ള തക്കതായിട്ടുള്ള ചികിത്സകൾ തേടിയിട്ട് റെഡിയാക്കി എടുക്കണം.